നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ നിരവധി വെളിപ്പെടുത്തലുകളുമായി നടികളും സിനിമാ ലോകത്തെ വനിതാ പ്രവർത്തകരുമൊക്കെ മുന്നോട്ട് വരുന്നു. പല പേരുകളും പച്ചയ്ക്ക് വിളിച്ചു പറയാൻ അവർക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും പുറത്തുവരുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് 18 ചാനലിൽ ജുബിത എന്ന നടി ഇന്നലെ വെളിപ്പെടുത്തിയത് അതീവ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ. 2018 താൻ മമ്മൂക്കയുടെ സിസ്റ്ററിൻ്റെ മകൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നു. നടൻ ശ്രീനിവാസനെ മുൻപ് താൻ പരിചയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് ശ്രീനിവാസൻ മനസ്സിലാക്കി. തന്നോട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. താൻ എഴുതിയതൊക്കെ ചേർത്ത് വെച്ച് ചിലരെ കാട്ടി. നല്ലൊരു ചലച്ചിത്രമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നവരെന്നോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഞാൻ അഭിനയിക്കാൻ ചെന്ന സെറ്റിൽ വെച്ച് തീരുമാനം എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തോട് ഞാൻ എഴുതിയ കുറിപ്പുകൾ കാട്ടി ഇതൊരു സിനിമയാക്കാമോ എന്ന് ചോദിച്ചു. കുറിപ്പുകളൊക്കെ നോക്കിയതിന് ശേഷം അയാൾ പറഞ്ഞു, എനിക്ക് നിൻ്റെ ശരീരം വേണം. നിൻ്റെ ശരീരം തരികയാണെങ്കിൽ ഒരു സിനിമയാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവിടെ വെച്ച് താൻ അയാളെ ഒഴിവാക്കിയെന്നാണ് ജുബിത പറയുന്നത്. പിന്നീട് താൻ അമ്മയിൽ അംഗത്വമെടുക്കുന്നതിന് വേണ്ടി ഇടവേള ബാബുവിനെ സമീപിച്ചു. അമ്മയിൽ അംഗത്വമെടുക്കാൻ വേണ്ടത് 1.5 ലക്ഷം രൂപയാണ്. എന്നാൽ നിൻ്റെ ശരീരം എനിക്ക് തരികയാണെങ്കിൽ 1.5 ലക്ഷം രൂപ തരണ്ട, പകരം അമ്മയിൽ മെമ്പർഷിപ്പ് തരാം എന്നായി ഇടവേള ബാബു. മലയാള സിനിമയുടെ അവസാന വാക്ക് നീയല്ലല്ലോ എന്ന ഇടവേള ബാബുവിനോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് ജുബിത വെളിപ്പെടുത്തുന്നത്. അമ്മയെന്ന താരസംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹി അവിടെ എത്തിയ ഒരു നടിയോട് ഇങ്ങനെ ശരീരം ചോദിച്ചുവോ? ജുബിത എന്ന നടി പച്ചയ്ക്ക് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ, തങ്ങളുടെ നിലപാട് പറയാൻ അമ്മയെന്ന സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. വർഷങ്ങളോളം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഇടവേള ബാബുവിനെതിരെയാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മാധ്യമലോകം പറയുന്നത്. പിന്നീട് താൻ കാറ്റും മഴയും എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഹരിഹരൻ സാറിൻ്റെ സെറ്റിലെത്തി എന്ന് ജുബിത പറയുന്നു. കോഴിക്കോടായിരുന്നു താമസം. തൻ്റെ ചില ഷോട്ടുകളൊക്കെ എടുത്തതിന് ശേഷം ഒരു ദിവസം ഹരിഹരൻ തന്നെ വിളിച്ചു. മഹാറാണിക്ക് എതിർവശമുള്ള ഒരു ഹോട്ടലിലെത്താനാണ് ഹരിഹരൻ തന്നോട് ആവശ്യപ്പെട്ടത്. ആ സംസാരത്തിൻ്റെ രീതിയൊക്കെ കേട്ടപ്പോൾ തനിക്ക് കാര്യം മനസ്സിലായി. സഹകരിച്ചാൽ മാത്രമേ നീ അഭിനയിച്ച ഭാഗം ഉൾപ്പെടുത്തൂ എന്ന നിലയിൽ അയാൾ എന്നോട് സംസാരിച്ചുവെന്നാണ് ജുബിത വെളിപ്പെടുത്തുന്നത്. അന്ന് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന ഷാജി പട്ടിക്കരയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നും ജുബിത പറയുന്നു. ഗുണ്ട്, നാട്ടരങ്ങ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ജുബിത. തൻ്റെ ജീവിതകഥ അവർ മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ പലപ്പോഴും പൊട്ടിക്കരയുന്നു. താൻ തൻ്റെ ശരീരം നൽകാത്തത് കൊണ്ടാണ് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. ചെല്ലുന്നിടത്തെല്ലാം സംവിധായകരും സിനിമയുമായി ബന്ധപ്പെട്ടവരുമൊക്കെ ആവശ്യപ്പെടുന്നത് തൻ്റെ ശരീരമാണ്. ജുബിത വെളിപ്പെടുത്തുന്നത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഷാജി കൊടിയൻ എന്നൊരാൾ തന്നോട് ശരീരം ആവശ്യപ്പെട്ടു എന്നവർ പറയുന്നു. അതിലപ്പുറം കേരളം ഏറെ ആദരിച്ചിരുന്ന മമുക്കോയ എന്ന നടനെതിരെയും ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ജുബിത നടത്തുന്നത്. അന്തരിച്ച നടന്മാർക്കെതിരെ കുറ്റം പറയുക വയ്യ, പക്ഷേ KPSC ലളിത പണ്ട് അടൂർ ഭാസിക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. മമുക്കോയ തന്നോട് പച്ചയ്ക്ക് ശരീരം ചോദിച്ചുവെന്ന് ജുബിത പറയുന്നു. അച്ഛൻ്റെ പ്രായമുണ്ട് അയാൾക്ക്. നിരവധി സിനിമകളിൽ അഭിനയിച്ച സുധീഷിനും തന്നെ വേണമെന്ന് ജുബിത പറയുന്നു. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ തന്നെ കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹമുണ്ടെന്ന് സുധീഷ് തന്നോട് പറഞ്ഞു. വേറെയും ചില ആഗ്രഹങ്ങൾ സുധീഷിനുണ്ട്. സുധീഷിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും താൻ അകന്നു നിന്നുവെന്നാണ് ജുബിത പറയുന്നത്. കുട്ടിക്കാലം മുതലേ സുധീഷിനെ താൻ ആരാധിച്ചിരുന്നു. എന്നാൽ ഇത്തരം പെരുമാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഈ നടിയുടെ വെളിപ്പെടുത്തൽ. പലപ്പോഴും സിനിമാ ലൊക്കേഷനിൽ താമസിക്കാതെ അമ്മ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ജുബിതയുടെ വെളിപ്പെടുത്തൽ. അത്ര ഭയമായിരുന്നു ചിലരെ. പിന്നീട് ഈ സിനിമാഭിനയം എനിക്ക് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഒരുപാട് സമയം ഈ സിനിമയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ താൻ നടത്തി. ജുബിത ചില പേരുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേട്ടക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ നമുക്കറിയുക വയ്യ. ഇത് ഇരയുടെ ഭാഗം മാത്രമാണ്. പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണ തന്നെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മുൻപൊരു യുവതി പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അവർ വീണ്ടും ഇന്നലെ ചാനലുകളിലെത്തി. റിപ്പോർട്ടർ TV-യിൽ അരുൺകുമാറിന് മുന്നിൽ രൂക്ഷമായ ആരോപണങ്ങളാണ് ഇന്നലെ അവർ ഉന്നയിച്ചത്.
എന്നാൽ മുൻപ് പോലീസിൽ അവർ നൽകിയ പരാതിയിൽ വളരെ ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണ ചതിയിൽപ്പെടുത്തി തന്നെ ക്രൂരമായി റേപ്പ് ചെയ്തുവെന്നായിരുന്നു അവർ പരാതി നൽകിയത്. അന്ന് പീരിയഡ് സമയമായിരുന്നു. അയാൾ ബലം പ്രയോഗിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനമാണ് തൻ്റെ മേൽ നടത്തിയത്. തീവ്രമായ വേദനയിലൂടെയാണ് ആ കാലം താൻ കടന്നുപോയത്. ഇത്തരം പ്രകൃതി വിരുദ്ധത തനിക്ക് നേരെ നടത്തിയത് ശരീരത്തിനേൽപ്പിച്ച വേദന വലുതാക്കി. ഒരു മൃഗത്തോടെന്ന പോലെയാണ് അയാൾ തന്നോട് പെരുമാറിയത്. ജീവൻ പോയി ബോധം പൊയ്ക്കൊണ്ടിരുന്നത് പോലെ തനിക്ക് തോന്നി. വല്ലാത്തൊരു മരവിപ്പായിരുന്നു ആ സമയത്ത്. ഒരു യന്ത്രത്തെ പോലെയായിരുന്നു ഞാൻ. വീട്ടിലെത്തി എനിക്ക് മുകളിലത്തെ നിലയിലേക്ക് നടന്നു കയറാൻ കഴിയുന്നില്ല. പിന്നെ വെളിച്ചവും ഇരുട്ടും ഒരുപോലെ പേടിയായ അവസ്ഥയിൽ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വിശപ്പില്ല, കുളിക്കാനോ വസ്ത്രം മാറാനോ പോലും പറ്റുന്നില്ല. ഒടുവിൽ ജോലി രാജിവെക്കേണ്ടി വന്നു. വിശപ്പില്ലായ്മ, വയറിളക്കം, ദഹനപ്രശ്നം എന്നിവ മൂലം താൻ 30 കിലോയാണ് കുറഞ്ഞത്. 60 കിലോ ഉണ്ടായിരുന്ന താൻ ദിവസങ്ങൾക്കുള്ളിൽ വെറും 30 കിലോ ആയി മാറി. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിലൂടെയാണ് താൻ കടന്നുപോയത്. അവിടെ നിന്ന് കുറെ നല്ല മനുഷ്യർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ആശുപത്രി കിടക്കയിലെത്തിയത്. ഈ യുവതി പരാതി നൽകിയപ്പോൾ കെട്ടിയിട്ട് ചെയ്താൽ മാത്രമേ ബലാത്സംഗമാകൂ എന്ന നിസ്സാരവൽക്കരിക്കലാണ് ലിജു കൃഷ്ണ നടത്തിയത്. സംഭവത്തിനു ശേഷം തൻ്റെ വയർ വീർത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വയറ്റീന്ന് പോകാത്ത അവസ്ഥ, ഓക്കാനം, തലകറക്കം. 2 വർഷത്തോളം ബിസ്ക്കറ്റും പാലും കട്ടത്തൈരും മാത്രമാണ് താൻ കഴിച്ചത്. ട്രോമ ഹീലിംഗിന്റെ ഭാഗമായുള്ള വ്യായാമവും മറ്റും ചെയ്താണ് പിന്നീട് ശരീരത്തിന് ഇത്തിരിയെങ്കിലും ശക്തി വരുത്തിയത്. പിന്നീട് മരുന്നിന്റെ ബലത്തിൽ മാത്രമാണ് ടോയ്ലറ്റിൽ പോയത്. ഭക്ഷണം കഴിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ മരുന്നിന്റെ പുറത്താണ്. മരുന്ന് കഴിച്ചും ഭക്ഷണം കഴിച്ചും ശരീരം ബലപ്പെട്ടാലേ ഇനി വിചാരണയ്ക്കും മറ്റും എനിക്ക് തയ്യാറാകാൻ കഴിയൂ. ഇതായിരുന്നു ആ യുവതിയുടെ ഗുരുതരമായ പരാതി. പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള പരാതി. ഇത്തരം നിരവധി പരാതികൾ ഇനി പോലീസിന് മുന്നിലെത്തും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മലയാളത്തിലെ പ്രേക്ഷകർ ആരാധിക്കുന്ന, ഹൃദയത്തിലേറ്റുന്ന നിരവധി താരങ്ങളുടെ പൊയ്മുഖങ്ങൾ വീണുടയുമോ? അതോ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചിലരെങ്കിലും ഈ അവസരം ഉപയോഗപ്പെടുത്തുമോ? വലിയ ഭീതിയിലാണ് മലയാള സിനിമാ ലോകം. എന്നാൽ അമ്മയെന്ന താരസംഘടനയ്ക്ക് ഇപ്പോഴും സ്വന്തമായ ഒരു നിലപാടില്ല. ലിജു കൃഷ്ണ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആ യുവതി അന്ന് തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, എനിക്ക് ഉറപ്പില്ല എത്ര കാലം ഞാൻ ഉണ്ടാവുമെന്ന്. എന്നോടുള്ള സ്നേഹം വെച്ച് എന്നോട് ജീവിച്ചിരിക്കാൻ ആരും പറയാൻ ശ്രമിക്കരുത്. ഇത്തരം നിരവധി അനുഭവകഥകളാണ് ഇനി കേരള മനസ്സാക്ഷിക്ക് മുന്നിലേക്ക് വരുന്നത് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.